മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടൊന്ന് പറഞ്ഞാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അങ്ങനെ 2 വർക്കുകളാണ് പറഞ്ഞത് കേട്ടോ. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ലൈനറൊക്കെ കിടക്കണേ, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം നല്ല ടയറാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസുണ്ട്, അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. അതേപോലെ എയർ ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓയിൽ കൂട്ടത്തേക്ക് നമ്മൾ മാറ്റി വിടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് തെളിയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്നായാലും ലൂസ് കോൺടാക്റ്റോ കാര്യങ്ങളോ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ലൂബ്രിക്കേഷനൊക്കെ ഒന്ന് അടിച്ച് ക്ലിയർ ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ടയർ കിടക്കുന്നത്, നല്ല കട്ടയൊക്കെ ഉണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡും ഉണ്ട് കേട്ടോ, നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. പ്ലഗിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കാർബൺ കണ്ടൻറ്റ് കൂടുതൽ കാണുന്നുണ്ട്. പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം, കാരണം എന്താ വെച്ചാൽ ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത് കേട്ടോ. പക്ഷേ ഈ പ്ലഗിനകത്ത് ഇച്ചിരി കാർബൺ കൂടുതലുണ്ട്. അപ്പോൾ തന്നെയുള്ള പഴക്കമുണ്ട്, അതായത് അതിനകത്ത് പിന്നെ ഫയറിങ് ഒരു ഗോൾഡൻ ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഷോട്ടിങ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വോൾട്ട് വയ്ക്കുമ്പോൾ 12.80 റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ വാട്ടർ സർവീസ് കാര്യങ്ങൾ ചെയ്യാണ്ട്, ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ലൈറ്റ് ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മളതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് വിടാം. അതൊക്കെ മെയിനായിട്ടുള്ളൂ, നമുക്ക് വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടില്ല. നമുക്കിപ്പോൾ നിലവിൽ 56,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ പ്ലഗിലൊക്കെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ കാർബൺ വന്ന സമയത്ത് എഞ്ചിൻ ഹെഡിൽ കാർബൺ വന്ന ഒരു കേസ് കംപ്ലയിൻ്റ് ഉണ്ട്. നമുക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻ്റ് അല്ല, നമുക്കൊരു 30,000 കിലോമീറ്ററിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്ത് മൈലേജ് ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. വലിയിലൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്, ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം. പക്ഷേ മൈലേജിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ വലിയ വേരിയേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ഹെഡ് ഡീകാർബണൈസിങ് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ശരിക്കും 30,000 കിലോമീറ്ററിലൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാമെന്ന് വെച്ചാൽ ആ കാർബൺ അതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് വരും. അതിൻ്റെ അളവിലും കൂടുതലുള്ള ഡെപ്പോസിറ്റ് വരുന്ന സമയത്ത് സിലിണ്ടർ ബോറൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ ഈ ബാക്ക് ഈ ടൈലൈറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതൊക്കെ മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.